പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് ഡോക്ടർ ചക്രവർത്തി MD. സാർ വണക്കം, വെൽക്കം ടു DMW. വണക്കം. അദ്ദേഹം ഒരു പ്രശസ്ത സെക്സോളജിസ്റ്റ് ആണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത് സമൂഹത്തിൽ തുറന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സെക്ഷൽ ഫാന്റസീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു മനുഷ്യന് സെക്ഷൽ ഫാന്റസിയുടെ ആവശ്യകത, അവൻ അതിൽ പോൺ ചെലുത്തുന്ന സ്വാധീനം, അത് കഴിഞ്ഞ ശേഷം ഈ സെക്ഷൽ ഫാന്റസിയിൽ നിന്ന് ഒരു ഫാന്റസി പിക്ക് ചെയ്തെടുത്തു. കുക്കോൾഡ് ഫാന്റസി എന്നാണ് അതിന്റെ പേര്. ആ കുക്കോൾഡ് ഫാന്റസി സമൂഹത്തിൽ വരുത്തുന്ന പ്രത്യാഘാതങ്ങളും, ആ ഫാന്റസി നമുക്ക് ആവശ്യമുണ്ടോ, ഈ ഫാന്റസി ഒരു അനാവശ്യമായ ഫാന്റസിയാണ്, ഇതൊക്കെ ചർച്ച ചെയ്തു. അതിനുശേഷം പോൺ അഡിക്ഷനെ കുറിച്ച് ചർച്ച ചെയ്തു. പോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ കണ്ടെത്താം, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം സാറ് പറയുകയുണ്ടായി. നല്ല റെസ്പോൺസ് ആണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ വീണ്ടും തുടരാൻ പോവുകയാണ്. പ്രേക്ഷകർക്ക് വളരെയധികം സെക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സെക്ഷൽ ലൈഫുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും ഇത് പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് പറയാൻ മടിക്കുന്നത് എന്നുള്ളത്. മനുഷ്യന് പ്രാഥമികമായിട്ടുള്ള മനുഷ്യന്റെ ചോദനകളിൽ ഒന്നാണ് സെക്സ് എന്ന് പറയുന്നത്. വസ്ത്രം, ഭക്ഷണം, വെള്ളം, വായു എന്നുള്ളത് പോലെ ലൈംഗികതയും മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതിലൂടെയാണ് മനുഷ്യന്റെ തലമുറകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് സ്ത്രീകളിലെ മാസ്ട്രബേഷനാണ്, അതായത് സ്വയംഭോഗമാണ്. സ്ത്രീകളും സ്വയംഭോഗം എന്നുള്ളതാണ്. നമുക്കറിയാം പുരുഷന്മാരുടെ മാസ്ട്രബേഷനെ കുറിച്ചും, ഇപ്പോൾ സ്വയംഭോഗം ചെയ്താൽ എന്ത് സംഭവിക്കും, മെലിഞ്ഞു പോകുമോ, മുടി പോകുമോ, ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകുമോ, എത്ര തവണ സ്വയംഭോഗം ചെയ്യാൻ ഒരു ദിവസം, അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യാതിരുന്നാൽ ഓജസ്സും തേജസ്സും വർദ്ധിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകളുള്ള ടീനേജേഴ്സ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവരുടെ മാതാപിതാക്കളും ഇവർക്ക് ഇത് പറഞ്ഞു കൊടുക്കില്ല, കാരണം അവർക്കൊരു നാണം പോലെയാണ്. ഞാൻ എൻ്റെ സ്കൂളിൽ റീപ്രൊഡക്ഷന്റെ ആ ഒരു പാഠം വന്നപ്പോൾ 9ാം ക്ലാസ്സിലെ ബയോളജിയിലാണ് ആദ്യം റീപ്രൊഡക്ഷന്റെ പാഠം വന്നത്. ടീച്ചർ അത് സ്കിപ്പ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞ ശേഷം യൂണിറ്റ് ടെസ്റ്റിൽ അതിന്റെ ചോദ്യങ്ങളൊന്നും ടീച്ചർ ചോദിച്ചിട്ടില്ല. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മുൻകൂട്ടി എഴുതി തന്നതിന് ശേഷം ടീച്ചർ എന്നോട് പറഞ്ഞത്, നമ്മളെ ക്ലാസ്സിനോട് പറഞ്ഞത്, ഇതിന് ഈ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അത് കാണാപ്പാഠം പഠിച്ചെഴുതിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. ഇതൊരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സാറേ, ഈ സ്ത്രീകളുടെ ഈ സ്വയംഭോഗം, ആരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന, സമൂഹത്തിൽ ഇത് വളരെ വലിയ ഒരു തെറ്റാണ് എന്ന് പറഞ്ഞ് കണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പുരുഷന്മാർ ഇത് നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ട്, എല്ലാ പുരുഷന്മാരും ആസ്വദിക്കുന്നുണ്ട്. ഇത് തുറന്നു പറയാൻ, അതായത് സമൂഹത്തിന്റെ മുമ്പിൽ ഇത് വന്ന് ഞാൻ അത് ചെയ്യുന്ന ആളാണെന്ന് പറയാൻ മടിയുള്ള പുരുഷന്മാരാണ്. സദാചാരവാദികൾ എന്ന് നമ്മൾ ഇൻവെർട്ടഡ് കോമയിലിട്ട് വിളിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇത് എല്ലാവരും ആസ്വദിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ സ്ത്രീകൾക്കിടയിലെ സ്വയംഭോഗം, സ്ത്രീകൾ സ്വയംഭോഗത്തെ എങ്ങനെയാണ്, സ്ത്രീകൾക്കിടയിൽ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്, ഈ സ്വയംഭോഗത്തിന്റെ ഇമേജ്, അവരിത് ആസ്വദിക്കുന്ന ഒരു സമൂഹമാണോ, അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ ഇത് ആസ്വദിച്ച ശേഷം ഇത് പുറത്ത് പറയാൻ മടിയുള്ള ഒരു സമൂഹമാണോ, അതുമല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ സ്വയംഭോഗം എത്രത്തോളം സാധാരണമാണ്? അതായിരിക്കും ആപ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇതില് പോലെ തന്നെ സ്ത്രീകളും സ്വയംഭോഗം ചെയ്യുകയും അവരത് ലൈംഗികമായിട്ടുള്ള ആസ്വാദനം നേടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ ഈ പുരുഷന്മാരെ പോലെ അത്രത്തോളം ഇപ്പോൾ സാധാരണ ഒരു യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ പോലും ഒരു സ്ത്രീയെ സമയത്തോളം ഒരു നാണം അല്ലെങ്കിൽ ഒരു ഷെയിമൊക്കെ പലപ്പോഴും കാണാറുണ്ട്. സോ അതേപോലെ തന്നെ ഈ ലൈംഗിക കാര്യങ്ങളിൽ ഒരു സ്ത്രീയെ സമയത്തോളം പലപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അതൊരു വളരെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടാണ് ഒരു സ്ത്രീയെ സമയത്തോളം പലപ്പോഴും കാണുന്നത്. പലരും സാധാരണ സ്വയംഭോഗം ചെയ്യണമെന്ന് ചെയ്യുന്നതിനേക്കാളും, അല്ലെങ്കിൽ അതിലോട്ട് എത്തുന്നത് പലപ്പോഴും ആ ഒരു ട്രയൽ ആൻഡ് എററിൽ കൂടെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലും ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ പല ഭാഗവും നമ്മൾ ടച്ച് ചെയ്യുന്നത് പോലെ എക്സ്പ്ലോർ ചെയ്ത് ആക്സിഡന്റലി അവരെത്തുന്നതാണ് ആക്സിഡന്റലി പലപ്പോഴും കണ്ടെത്തി അത് സ്വയംഭോഗമാണോ എന്ന് പോലും അറിയാതെ ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട്. അപ്പൊ ഇത് റിലേറ്റീവ്ലി സ്ത്രീകളുടെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ അത്രത്തോളം പുരുഷന്മാരുടെ ഇടയിലുള്ളതിൻ്റെ അത്രയും ഉണ്ടോ എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വ്യക്തമായ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകളെ സമയത്തോളം അത് ഓപ്പൺ അപ്പ് ചെയ്യുക, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയെ സമയത്തോളം
സ്ത്രീകൾ ഇതിനെക്കുറിച്ച് അത്രത്തോളം ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ നമ്മുടെ ഇപ്പൊ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈംഗിക ഇതിനെക്കുറിച്ച് ഹിസ്റ്ററി ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ അതല്ലാതെ നമ്മുടെ ഒരു സർവേയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇതിലോ നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അല്ല, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ സ്വയംഭോഗം അവര് അതിനെക്കുറിച്ച് ഇത്ര മൗനം പാലിക്കുന്നത്? അത് ഈ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് തെറ്റാണ് എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫെമിനൈൻ നേച്ചർ ബൈ ബർത്ത് അങ്ങനെ ആയതുകൊണ്ടാണോ? അല്ല, ഇതില് ഈ പറഞ്ഞ പണ്ട് കാലങ്ങളിലും നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വയംഭോഗം ചെയ്യുന്നതിന് നമ്മുടെ എന്താ പറയുക ഡിൽഡോ പോലുള്ള പല മറ്റ് മരത്തിലും അതുപോലുള്ള സാധനങ്ങളൊക്കെ പണ്ട് കാലങ്ങളിലെ ഉണ്ടായിരുന്നു. നമ്മുടെ പല വിദേശ രാജ്യങ്ങളിലെ എക്സിബിഷൻസിനൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ പലതും കാണുന്നത്. സോ അന്നത്തെ കാലത്ത് പോലും ഇതുപോലത്തെ ഇതിനു വേണ്ടിയുള്ള ടോയ്സും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഇന്നത്തെ പോലെ ഒരു ഇതായിട്ടല്ല, എന്നിരുന്നാലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പണ്ട് കാലങ്ങളിലും സ്ത്രീകൾ അത് എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ സ്ത്രീയുടെ മനഃശാസ്ത്രവും പുരുഷന്റെ മനഃശാസ്ത്രവും വ്യത്യാസമായതുകൊണ്ട് തന്നെ അപ്പൊ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അത്രത്തോളം ഓപ്പണായിട്ട് സംസാരിക്കാൻ ഇന്നത്തെ കാലത്ത് കുറച്ച് പേര് മുന്നോട്ട് വരുന്നു, അത്രയ്ക്ക് കോൺഫിഡന്റ് ആയിട്ട് ഉണ്ടാകുന്നു വരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ പണ്ട് കാലത്തെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരുപാട് ചരിത്ര പുസ്തകങ്ങളിലും ഒരുപാടല്ലാതെ ഫിലോസഫിക്കൽ പുസ്തകങ്ങളിലും ആധ്യാത്മിക തത്വ ചിന്ത ആൾക്കാർ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സ്ത്രീയുടെ സെക്ഷുവാലിറ്റി അവൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുരുഷൻ ഒരുപക്ഷെ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് പല ആൾക്കാരും. കാരണം ഒരു സ്ത്രീക്ക് എത്ര തവണ വേണമെങ്കിലും ഒരു ദിവസം അവൾക്ക് ഓർഗാസത്തിൽ എത്താൻ സാധിക്കും. പക്ഷെ പുരുഷന് അറ്റ് എ ടൈം ഒരു തവണ മാത്രമേ പുരുഷന് ഓർഗാസം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ അവളുടെ സെക്ഷുവാലിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയാൽ പുരുഷന്മാർ സ്ത്രീയുടെ മുമ്പിൽ നാണിച്ച് തല താഴ്ത്തും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സത്യമാണോ? എന്താണ് ഇതിന്റെ പിന്നിലെ ഒരു ഇതിൽ കുറെ കാര്യങ്ങൾ സത്യമാണ്. ഇപ്പൊ ദിനേഷ് പറഞ്ഞ കാര്യത്തില് ഒരു പുരുഷനെ സമയമെടുത്തോളം ഒരു പ്രാവശ്യം ഒരു എജാക്കുലേഷൻ കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത് വീണ്ടും ഒരു ഉത്തേജനം വരണമെങ്കിൽ അല്ലെങ്കിൽ ഉദ്ധാരണം ഉണ്ടാകണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതിനാണ് റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ സ്ത്രീകളെ സമയമെടുത്തോളം അങ്ങനെ ഒരു റിഫ്രാക്ടറി പീരീഡ് ഇല്ല. അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അടുത്ത മൾട്ടിപ്പിൾ ഓർഗാസത്തിലേക്ക് പോകാം. കണ്ടിന്യൂയിങ് സ്റ്റിമുലേഷൻ അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെന്റോട് കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ പുരുഷന്മാരെ സമയമെടുത്തോളം, കാരണം അത് ഉദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, കാരണം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാൻ സാധിക്കും. അപ്പൊ ആ ഉദ്ധാരണം ഉണ്ടാകണമെങ്കിൽ ഈ റിഫ്രാക്ടറി പീരീഡ്, അത് പ്രായം കൂടുന്തോറും ഈ റിഫ്രാക്ടറി പീരീഡിന്റെ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ഇതില്, കാരണം ആ ഇൻസേർഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ലിംഗം ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടണമെങ്കിൽ ലിംഗം ഉദ്ധരിച്ചു വരണം. അപ്പൊ ആ പാർട്ട് സ്ത്രീകളെ സമയത്തോളം അങ്ങനെ ഒരു പ്രശ്നം നിലവിലില്ല. കാരണം അതൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ കുറെ കൂടെ റിസപ്റ്റീവ് ആണ്, അല്ലെങ്കിൽ റിസീവിങ് എൻഡിലാണ്. അപ്പൊ ആ ഒരു പെനിട്രേഷൻ അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ള ഇതിലോട്ട് വരുമ്പോൾ ഒരു സ്ത്രീയെ സമയത്തോളം കുറെ കൂടെ ഉത്തേജനം ഉണ്ടാകുന്നത് ഒരു ഉദ്ധാരണം പോലെയല്ല. ഉദ്ധാരണമുണ്ട്, പക്ഷെ ആ ഉദ്ധാരണത്തിന് ഈ പ്രവൃത്തിയുമായിട്ട് ഒരു നേരിട്ട് ബന്ധമില്ല. അല്ല, ഈ പുരുഷന്മാരുടെ സ്വയംഭോഗത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്, എന്തെങ്കിലും ദോഷമുണ്ടോ പുരുഷന്മാർക്ക് സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ? ശരീരത്തിൽ മുടി പൊഴിയുമോ, മെലിഞ്ഞു പോവോ, രക്തം വാർന്ന് മരിക്കുമോ എന്നൊക്കെ പണ്ട് മുതലേ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സ്വയംഭോഗം ചെയ്താൽ രക്തം വാർന്ന് മരിക്കും. ഞങ്ങളുടെ മതം പറയുന്നത് സ്വയംഭോഗം ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഓജസ്സും തേജസ്സും ഒന്നും ഉണ്ടാകില്ല, അത് പിടിച്ചു നിർത്തണം, അത് മറ്റേ വീര്യമാണ് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. അത് ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ സ്ത്രീകൾക്ക് സ്വയംഭോഗം ചെയ്താൽ അവരുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? ആരോഗ്യത്തിന് ദോഷം സംഭവിക്കില്ല എന്നുള്ളത് മാത്രമല്ല, അവരെ സമയത്തോളം സെൽഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു എങ്ങനെ ഒരു രതിമൂർച്ചയിലേക്ക് എത്താം, ഓരോരുത്തരുടെയും അവരുടെ പ്രിഫറൻസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ആ ഒരു രതിമൂർച്ച എങ്ങനെ എത്തണം, അത് എങ്ങനെ എത്താനായിട്ട് എങ്ങനെ പങ്കാളിയുമായിട്ട് ആശയവിനിമയം നടത്താം, ആ പങ്കാളിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണമെങ്കിൽ
അപ്പോൾ ആ സ്ത്രീയെ സമയത്തോളം ഒരു സ്വയംഭോഗം ചെയ്യുന്നതിൽ കൂടെയാണ് സാധാരണ രീതിയിൽ, കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരിടത്തുനിന്നും കിട്ടുന്നില്ല. അപ്പോൾ സാധാരണ ഈ ഒരു രീതിയിലാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ അപ്പൊ അവർക്ക് ലഭിക്കുന്ന ആ ഒരു സുഖം എങ്ങനെ നേടണം എന്നുള്ളത് ആ വ്യക്തിക്ക് മാത്രമേ അറിയൂ. ആ വ്യക്തി അപ്പൊ ആ ഒരു കാര്യം അതിൽ ചെയ്യുന്നതിൽ കൂടെ ഒന്ന് നമ്മുടെ പുരുഷന് ഉള്ളതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ലൈംഗിക ഒരു രതിമൂർച്ചയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന കുറേയേറെ ഗുണവശങ്ങളുണ്ട്. അതായത് നമ്മളെ ഒരു ടെൻഷൻ കുറയ്ക്കാം, അപ്പൊ പ്രത്യേകിച്ച് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും, നല്ല രീതിയിൽ ഉറക്കം കിട്ടും. സോ അതേപോലെ പ്രത്യേകിച്ച് നമ്മുടെ പീരിയഡ്സിന്റെ വേദനകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള വളരെയധികം ഗുണപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ മിഥ്യാധാരണകളും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മകളും ഈ സ്ത്രീകളെ ഇങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് പോകുന്നത് പലപ്പോഴും പിന്നിലേക്ക് വലിക്കും. സോ ആ ഒരു കാരണം പുരുഷന്മാരെ അത്രത്തോളം ഒരു എക്സ്പീരിമെന്റേഷൻ ഇത് സാധാരണ രീതിയിൽ ഒരു സ്ത്രീകളിൽ അത്രത്തോളം കാണാറില്ല. സാർ, അതാണ് ഞാൻ അടുത്ത ചോദിക്കാനായിട്ട് വന്നത്. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസ്റ്റുർബേഷൻ എന്ന് പറയുന്ന ഒരു വിഷയം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വളരെ ആഘോഷപൂർവ്വമാണ് കടന്നു വരുന്നത്. കാരണം ഈ ടീനേജേഴ്സ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് എല്ലാവരുമായിട്ടും നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക ചിന്തകൾ നമ്മൾ പങ്കുവെക്കാറുണ്ട്. ഈവൻ പോൺ മൂവീസ് കാണുമ്പോൾ പോലും അവരോട് ഇങ്ങനെ ഒരു പോൺ മൂവി കണ്ടു എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അതിന്റെ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ വളരെ ഈസിയാണ് പുരുഷന്മാർക്ക് ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. പിന്നെ പോൺ വീഡിയോസ് ഉണ്ട്, അത് പുരുഷന്മാർ കാണുന്നതാണ്. അപ്പൊ അവർക്ക് വളരെ പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എങ്ങനെയാണ് ഈ സ്വയംഭോഗം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഈ സമൂഹത്തിൽ എത്തിപ്പെടുക? അതായത് അവൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ സാറ് പറഞ്ഞു പല സ്ത്രീകളും ആക്സിഡന്റലി ആണ് ഇതിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞു. അവൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ള അല്ലെങ്കിൽ എത്താനുള്ള ഒരു സോഴ്സ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇപ്പോഴങ്ങനെയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. പണ്ടത്തെ കാലത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ലൈംഗികതയെ കുറിച്ച് പണ്ട് നമ്മുടെ നോക്കി കഴിഞ്ഞാൽ ഖജുരാഹോ, കൊണാർക്ക്, അതുപോലുള്ള പല അമ്പലങ്ങളിലും നമുക്ക് ഈ സ്കൾപ്ചേഴ്സ് ഇപ്പോഴും ഈ പറഞ്ഞ നശിപ്പിക്കപ്പെടാതെ പോയ ഇങ്ങനെയുള്ള പല അമ്പലങ്ങളിലും എൻ്റെ സ്കൾപ്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാം. സോ അതിലൊക്കെ ലൈംഗികപരമായിട്ടുള്ള സ്കൾപ്ചേഴ്സ് ആണ് ഇതിലുള്ളത്. അപ്പൊ അത്ര കാലം മുമ്പേ ഇതുപോലുള്ള സ്കൾപ്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ സോ അത് ഈ പറഞ്ഞ പോലെ ഒരു നോർമലായിട്ടുള്ള ഒരു നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടായിരുന്നു അന്ന് കണക്കാക്കിയത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മുടെ ഈ പറഞ്ഞ പോലെ സമൂഹം ഈ ഒരു പ്രവൃത്തിയെ കൂടുതലും ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഈ ലൈംഗിക പ്രവൃത്തിയെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പുരുഷന്റെ സുഖത്തിന് വേണ്ടിയും എന്നുള്ള രീതിയിലാണ് കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളാണ് ഈ പറഞ്ഞ പോലെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ള ഒരു വ്യക്തി. അതായത് പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സ്ത്രീയുടെ പ്രശ്നമെന്നും ഒരു ലൈംഗികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പുരുഷന്റെ പ്രശ്നം എന്നുള്ള രീതിയിലാണ് സമൂഹം വിലയിരുത്തുന്നത്. സോ ഇങ്ങനെയുള്ള ആ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നം മൂലം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചുള്ള ആക്സസിബിലിറ്റി, ഈ അറിവ് നേടാനുള്ള ആക്സസിബിലിറ്റിയും അതേപോലെ പിയർ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ, ഈ നമ്മുടെ പുരുഷന്മാരെ അല്ലെങ്കിൽ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് കുറെ കൂടെ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക. അതേപോലെ തന്നെ ഈ പ്രായപൂർത്തിയാകുന്ന സമയത്ത് ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നതും അതേപോലെ ശുക്ലം ഇത് നമ്മുടെ ഈവൻ സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ പോലും വരികയും അപ്പൊ ആ വരുന്നത് കൊണ്ട് ബാക്കിയുള്ള കൂട്ടുകാരുമായിട്ട് ഒരു ഡിസ്കഷനിലേക്ക് പോവുകയും സോ അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് അവർക്ക് കിട്ടുകയും ചെയ്യുന്നു. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതുണ്ടാകുന്നില്ല. അപ്പൊ ഉണ്ടാകുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സോ ഈ യോനിയിൽ നിന്ന് ദ്രവം വെളിയിലോട്ട് വരാം. സോ അങ്ങനെയുള്ള കാര്യത്തില് ഈ പറഞ്ഞ അല്ല, നമ്മുടെ ഈ ഒരു പഴയ നമ്മുടെ പത്താം സമൂഹത്തിൽ ഇത് ക്ലാസ് യഥാർത്ഥത്തിൽ നമ്മളൊരു സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായി കൂടെ ഇത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ആർക്കാണ് ഇതിൽ യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ വേണ്ടത്? അതായത് ഒരു സ്ത്രീ, ഇപ്പോൾ സാർ ഒന്ന് സങ്കല്പിച്ച് നോക്കും, നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ ഞാൻ പോൺ കാണുന്ന ഒരു യുവതിയാണ്, അല്ലെങ്കിൽ ഞാൻ സ്വയംഭോഗം ആസ്വദിക്കുന്ന ഒരു യുവതിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിയാൽ അവളെ നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് പുരുഷ സമൂഹം, വിളിക്കുന്നത് വേറൊരു പേരായിരിക്കും, വേറൊരു തരത്തിലായിരിക്കും അവരെ കാണുന്നത്. അതേസമയം എന്താ പറയുക, ഒരു പുരുഷനാണ് ഇത് പറയുന്നതെങ്കിൽ ഓ ഭയങ്കര ഗ്രേറ്റ് ആണ് അയാള് ഭയങ്കര അടിപൊളിയാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നമ്മുടെ സമൂഹം അതിനെ അങ്ങനെ കാണുന്നുണ്ട് എന്ന് ഞാൻ പുരുഷന്മാർക്കെതിരെ പറയുകയല്ല, മറിച്ച് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആസ്വദിക്കാൻ കഴിയണം എന്നുള്ള ഒരു ബ്രോഡ് മൈൻഡ് സെറ്റിൽ അതിനെ വിലയിരുത്തുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ തുറന്നു പറയുന്ന സ്ത്രീകളും അങ്ങനെ പണ്ടത്തെ കാലത്ത് ഈ പീരീഡ്സ് അഥവാ മെൻസസ് എന്ന് പറയുന്ന ഒരു സാധനം സ്ത്രീകൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്ത്രീകള് വീടിന് പുറത്തിറങ്ങി കിടക്കണമായിരുന്നു. ഒരു ചെറിയ ഒരു കുടില് വീട്ടിന്റെ പുറത്ത് കെട്ടി കൊടുക്കും, അവിടെ പോയി കിടക്കണം. അല്ലെങ്കിൽ സ്ത്രീകള് മെൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ പുരുഷന്മാരെ കാണാൻ പാടില്ല, അവര് തൊട്ടതിലൊന്നും നമ്മൾ പോയി തൊടാൻ പാടില്ല എന്നുള്ള വിദ്യാധാരണകൾ ഉണ്ടായിരുന്നു. ഇന്നത് ഒരുപാട് മാറി. ഇന്ന് മെൻസസ് ആകുന്ന ഭാര്യമാരെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഭർത്താക്കന്മാരാണ് ഇന്നുള്ളത്. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ഇനിയും മാറി വരാനില്ലേ? അതായത് സ്ത്രീകൾ അതുവരെ നമ്മൾ എത്തി, അതായത് ഇനി സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകൾ അതൊരു എന്താണ്, സമൂഹത്തിൽ അത് നോർമലാണ്, അവരൊരു മനുഷ്യ സ്ത്രീയാണ്, എല്ലാവർക്കുമുള്ള കാര്യമാണ്, അവർ ചെയ്യുന്ന എന്നുള്ള രീതിയിൽ കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ലേ? ഉറപ്പായിട്ടും അത് നമ്മുടെ കുട്ടിക്കാലം തൊട്ട്, അതായത് കുട്ടിക്കാലത്ത് നമ്മുടെ ലൈംഗികതാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കാലം തൊട്ട് തുടങ്ങേണ്ട ഓരോ പടിപടിയായിട്ട് കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസ ഭാഗമാണ്. അതായത് ലൈഫ് സ്കില്ലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും കുട്ടിക്കാലത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ എന്ന് തുടങ്ങി നമ്മൾ ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് ആ മാറ്റങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അതിലുണ്ടാകേണ്ട ഒരു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ധനേഷ് ചോദിച്ചതുപോലെ ഒരു ശരിയായ ലൈംഗിക വിദ്യാഭ്യാസത്തിൽ എങ്ങനെ ഒരു ശരിയായ രീതിയിൽ സ്വയംഭോഗം ചെയ്യണം എന്നുള്ളത് പോലും പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഇല്ല, ഞാനത് പറയുകയല്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഒരു ഈ പറഞ്ഞ ലൈംഗിക സുഖം നേടാൻ പ്രാപ്തയാകുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇപ്പൊ ഈ ഒരു സാധാരണ സമൂഹം വിചാരിച്ചിരിക്കുന്നത് ഒരു ലൈംഗിക സുഖം എന്ന് പറയുന്നത് ഒരു കപ്പിളിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം മാത്രമാണ് ഒരു ലൈംഗിക സുഖം എന്നുള്ള രീതിയിലാണ് സമൂഹം കരുതുന്നത്. സോ ആ ഒരു അല്ല, ഇതൊന്നും അറിയാത്തൊരു സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അതായത് ആദ്യ രാത്രിയിൽ എനിക്ക് ഒന്നും അറിയാത്ത ഒരു സ്ത്രീ, ഓ ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ പോലും ആ സമൂഹം ഭയങ്കരമായിട്ട് അതിനെ എതിർക്കും. അതിനെ എതിർത്തിട്ട് നമ്മളെ വലുതായിട്ട് കുറ്റം പറയും. കാരണം അങ്ങനെയുള്ള സ്ത്രീകളെല്ലാം മോശപ്പെട്ട സ്ത്രീകളാണ്, നിനക്കറിയില്ലേ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അടുത്ത് ചോദിക്കാവുന്നത്, ഈ സ്ത്രീകൾക്കിടയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രചരിച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകില്ല എന്നവർ വിചാരിക്കുന്നു, ചില ആൾക്കാരെങ്കിലും. ഇത് സത്യമാണ്? ഒരിക്കലും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുമില്ല. കാരണം ശരിയായ രീതിയിൽ സ്വയംഭോഗം ചെയ്യുക എന്ന് പറയുന്ന ഒന്നുകിൽ വെളിയിൽ തന്നെ സാധാരണ ഉത്തേജിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു സാധാരണ വിരലുകൾ കൊണ്ട് അകത്തേക്ക് ഉത്തേജിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ശരീരത്തിൽ, നമ്മളിപ്പോൾ വായിക്കകത്ത് നമ്മുടെ വാഷ് ചെയ്യുന്ന സമയത്ത് വിരൽ വെച്ച് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ വെളിയിൽ നമ്മൾ മുഖത്തിന് ഇത് ചെയ്യുന്നത് പോലെ ഉള്ള ഒരു പ്രവൃത്തി മാത്രമാണ് അവിടെ. സോ ഈ ഒരു പ്രവൃത്തിയും അകത്തുള്ള നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് അണ്ടാശയവും ഹോർമോണുകളും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. സോ ഇത് നമ്മുടെ ആ ഒരു നമ്മുടെ ലൈംഗിക അവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അതും യാതൊരു ഇതുമായിട്ട് നമ്മുടെ പ്രത്യുൽപാദനവുമായിട്ട് യാതൊരു നേരിട്ടുള്ള ബന്ധവുമില്ല. അപ്പൊ നേരെ തിരിച്ച് ഈ പറയുന്ന ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിനുള്ള താല്പര്യം പോലും പലപ്പോഴും ഉണ്ടാകില്ല. അപ്പൊ അത് ഈ പറഞ്ഞ പ്രത്യുൽപാദനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു കൂടുതൽ ഈ പറഞ്ഞ ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ ഏർപ്പെടുന്ന സമയത്ത് മാത്രമേ അത് ശുക്ലം യോനിക്കകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ ഓവുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്താണെങ്കിൽ പ്രത്യുൽപാദനം നടക്കുകയും ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനുള്ള ഒരു താല്പര്യക്കുറവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യം ഉണ്ടാവണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സുഖം ഉണ്ടാകും. നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു റിവാർഡ് വേണം. ആ റിവാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള താല്പര്യമുണ്ടാകും. അപ്പൊ അതിൽ നിന്ന് തന്നെ എന്റെ അടുത്ത ചോദ്യം ഞാൻ തുടങ്ങാം. സാറ് പറയുന്നു അപ്പൊ അത് വീണ്ടും വീണ്ടും നമുക്ക് അനുഭവിക്കണമെങ്കിൽ അതിൽ താല്പര്യം തോന്നണമെന്ന് പറയുന്നു. പല സ്ത്രീകളും ഈ വിവാഹത്തിന് ശേഷമുള്ള സ്വയംഭോഗം വളരെ കോമൺ ആയിട്ട് പറയുന്നുണ്ട്. പലയിടങ്ങളിലും തുറന്നു പറയുന്ന സ്ത്രീകൾ ഇതും പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് സെക്സിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പുരുഷൻ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ച് ബെഡിൽ പെരുമാറുന്നത് കൊണ്ടാണോ പല സ്ത്രീകളും ഈ വിവാഹത്തിന് ശേഷവും സ്വയംഭോഗത്തെ ഓപ്റ്റ് ചെയ്യുന്നത്? അത് സാധാരണമായി വരുന്നുണ്ട്. ഇത് സാധാരണമാണോ സ്ത്രീകളിൽ? അതെ, ഉറപ്പായിട്ടും. നമ്മളിപ്പോ ലാസ്റ്റ് ഇപ്പൊ ഒരു സിനിമ കണ്ടതില് നമ്മുടെ എനിക്ക് സുരാജ് വെഞ്ഞാറമൂട് അഭിനയിച്ച ഒരു സിനിമയിൽ സെൽഫി മൂവിയുടെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ ആ സെൽഫി ചെയ്തു എന്ന് പറഞ്ഞൊരു സ്ത്രീ അദ്ദേഹത്തിന്റെ വൈഫും വേറൊരു കൂട്ടുകാരിയുമായിട്ട് സംസാരിക്കുന്ന കാര്യം, എന്താ പറയുക, അതിന്റെ ഓഡിയോ അല്ലെങ്കിൽ ആ വിഷ്വൽ ഇതൊക്കെ ഇട്ട് സംസാരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. സോ ഈ പറയുന്ന പോലെ അതിലുണ്ടാകുന്ന ഒരു മേജർ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ ഒരു എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ആ സമയത്ത് കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് വെച്ചിട്ട് അവരിതിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയും അവർ അതിൽ കൂടെ ഒരു സുഖം നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിലുള്ള മേജർ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ ഈ രണ്ട് പങ്കാളിമാർക്കും ശരിയായ അറിവുണ്ടാകണം, ശരിയായ കാഴ്ചപ്പാടുണ്ടാകണം, ശരിയായ രീതിയിലുള്ള സ്കില്ല് വേണം. ഈ പറഞ്ഞ പോലെ രണ്ട് പങ്കാളിമാർക്ക് ആരോഗ്യവും വേണം. അത്യാവശ്യം നമ്മുടെ ഹെൽത്തി ആയിരിക്കണമല്ലോ. ഇപ്പൊ നമ്മൾ നടക്കണമെങ്കിൽ അത്യാവശ്യം ആരോഗ്യം വേണമല്ലോ. അത്യാവശ്യം നടക്കാൻ സാധിക്കുന്ന ഒരാളെ സമയത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ബുദ്ധിമുട്ടുണ്ടായി. നമുക്ക് ആ ഒരു രീതിയിൽ ആരോഗ്യം, ഇപ്പൊ ധനേഷ് പറഞ്ഞ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു കാര്യത്തിൽ. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ, അത് മാത്രമല്ല ഒരു ശരിയായ കമ്മ്യൂണിക്കേഷനും വേണം. അപ്പൊ എനിക്കെന്താണ് താല്പര്യം, എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ശരീരത്തിനെ എങ്ങനെയൊക്കെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സുഖം കിട്ടും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇതിൽ എനിക്ക് കൂടുതൽ താല്പര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ പങ്കാളിക്കാണെങ്കിലും. പലപ്പോഴും ഭാര്യയും ഭർത്താക്കന്മാരുമായിട്ട് അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കാറില്ല എന്നുള്ളതാണ് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കാറില്ല. കാരണം ഈ ഒരു ഇമോഷണൽ, സാറ് പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ കണക്ഷൻ അവരിൽ പലപ്പോഴും വർക്കൗട്ട് ആവും എന്നുള്ളത് കൊണ്ടാണ് അത് നടക്കാത്തതെന്ന് പല ആൾക്കാരും പറയുന്നു. അപ്പോൾ കോമൺ ആയിട്ടും ഈ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ സെക്സിനോട് അവർക്കൊരു വിരസത തോന്നുന്നത് അവർക്കുള്ളിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ശക്തമാകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്കുള്ളിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ വർക്കൗട്ട് ആവാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇവർ പരസ്പരം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ, അതുകൊണ്ടാണോ അവർ വീണ്ടും ഈ സ്വയംഭോഗം തന്നെ ഓപ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഞാനിതിൽ ചോദിക്കുന്നത്, ഈ സ്വയംഭോഗം അമിതമായി ചെയ്ത് ഇതിന് അഡിക്റ്റ് ആയി പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ഈ ലൈംഗികതയോട് വളരെ വിരസത തോന്നും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ സബ്ജക്റ്റുമായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ വായിച്ചൊരു ജേണലാണ്. അതായത് സ്വയംഭോഗം അമിതമായി ചെയ്തു കഴിഞ്ഞാൽ സെക്സിനോട്, യഥാർത്ഥത്തിലുള്ള ലൈംഗിക ബന്ധത്തോട് നമുക്ക് വളരെയധികം വിരസത തോന്നുമെന്ന്. അപ്പൊ സ്ത്രീകളിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പുരുഷന്മാരിൽ ഒരുപാട് പേര് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യുന്ന ഒരുപാട് ലേഖനങ്ങളുണ്ട്. അല്ല, നമ്മൾ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്ത പോലെ, അമിതമായ സ്വയംഭോഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മാനസിക രോഗത്തിന്റെ ഒരു രോഗലക്ഷണമായിട്ടായിരിക്കും വരിക. സോ അതല്ലാതെ ഈ നമ്മുടെ അമിതമായിട്ട് നമ്മളത് ചെയ്യുന്നത് മൂലം നമ്മുടെ ഒരു മനോരോഗത്തിലേക്ക് നമ്മൾ സാധാരണ കടക്കാറില്ല. അപ്പൊ അങ്ങനെ നമ്മൾ സാധാരണ ഒരു സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഹാരം കഴിക്കുന്നത് തന്നെ നമുക്ക് വിശപ്പുണ്ടാകുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്നു. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ കഴിക്കുക എന്ന് പറയുന്നത് ഒരു മനോരോഗത്തിന്റെ ലക്ഷണമായിട്ടാണ്. അതേപോലെ ഈ ഒരു നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ഇതിലുണ്ടാകുന്ന പ്രശ്നം ആ വ്യക്തിയുമായിട്ടുള്ള, ഇപ്പൊ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈംഗിക പ്രവൃത്തി അല്ലെങ്കിൽ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് കുറെ കൂടെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി. അതൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട് റിലേറ്റീവ്ലി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതിനേക്കാളും കുറവാണ്. ഞാൻ കമ്പാരിസൺ പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുമായിട്ടുള്ള ആത്മബന്ധം വളരെ പ്രധാനമാണ്. ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അവർ തമ്മിലുള്ള ഇമോഷണൽ കംഫർട്ട് ഇതാണ്. ആ വ്യക്തി ആ സ്ത്രീയെ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഇങ്ങനെയുള്ള കുറേ അതുപോലെ തന്നെ ആ സാഹചര്യങ്ങൾ ഒരു കംഫർട്ടബിൾ ആയിരിക്കണം. ആ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമായിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ത്രീ ആ ഒരു ലൈംഗിക ബന്ധം എൻജോയ് ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു കൂടുതൽ ബോധേഡ് അല്ലാത്ത ഒരു പുരുഷനാണെങ്കിൽ അദ്ദേഹം എത്ര മണിക്കൂർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സ്ത്രീയെ സമയത്തോളം ലൈംഗിക സംതൃപ്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ കാര്യങ്ങൾ ഒരു ശരിയായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ആ അവരുടെ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ആ ലൈംഗിക ബന്ധത്തിൽ പ്രശ്നത്തിനോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള ആത്മബന്ധത്തിലും പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അതേപോലെ ഇപ്പൊ നാച്ചുറലി ഒരു സ്ത്രീയെ സമയത്തോളം അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള നീഡാണ്. അപ്പൊ ഒരു സ്ത്രീ മാത്രമല്ല പുരുഷന്റെ ഒരു ബേസിക് നീഡാണ്. അപ്പൊ ആ ഒരു സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ നേടാനായിട്ട് അവരുടെ സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ടും ഇത് ഈ പറഞ്ഞ പോലെ സ്വയംഭോഗത്തിലേക്ക് ഏർപ്പെടുകയും അതിൽ കൂടെ അവര് ആ ഒരു സംതൃപ്തിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു പുരുഷനെ സമയത്തോളം ഒരു കൂടുതലും ക്വാണ്ടിഫിക്കേഷൻ ആണ് അതിൽ. ഇപ്പൊ എത്ര നമ്പർ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര സമയം എന്നുള്ളതൊക്കെ ക്വാണ്ടിഫിക്കേഷൻ ആണ് അതിൽ. പക്ഷെ യഥാർത്ഥത്തിൽ സെക്സ് എൻജോയ് ചെയ്യണമെങ്കിൽ അതിൽ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. സോ റാദർ ദാൻ ക്വാണ്ടിറ്റി, ആ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികളുടെ ആ ഒരു കംഫർട്ടും അവരുടെ താല്പര്യങ്ങളും അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ആക്ടിവിറ്റിക്ക് ആ ഒരു എൻജോയ്മെന്റ് ലെവലിലേക്ക് എത്തുകയുള്ളൂ. സോ അല്ലെന്നുണ്ടെങ്കിൽ വെറും മെക്കാനിക്കലായിട്ട് കുറെ ചെയ്യുന്ന രീതിയിലേക്ക് മാത്രമായിട്ട് പോകും. പലപ്പോഴും ആ ഒരു സ്ത്രീ എന്താ പറയുക ഓർഗാസം ഫേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരെ അത് എത്താം. അപ്പൊ പലപ്പോഴും കാണപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേക്കിംഗ് ആണ്. ഓർഗാസം എത്തുന്ന പോലെ കുറച്ച് വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അടുത്ത സെഷനിൽ. ആ ഒരു രീതിയിലേക്ക് സാധാരണ പോകാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു ലൈംഗിക താല്പര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സുഖം ലഭിക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ ആ ഒരു അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് പാർട്ട്ണർ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ലൈംഗിക ബന്ധം പോകുന്നതിന്റെ വിരസത മാറ്റാൻ അല്ലെങ്കിൽ അതിൽ കിട്ടാത്ത ആ ഒരു സുഖം ഒരു സ്വന്തമായിട്ട് എത്താനുള്ള ആ ഒരു എന്താ പറയുക തിരിച്ചറിയൽ കിട്ടുമ്പോൾ ആ സ്ത്രീ അതിലേക്ക് പോകുന്നത് നാച്ചുറലാണ്.